സൂരിയും മറ്റുള്ള ദീനമടങ്ങലും ബദിരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബ്. പ്രിയമുള്ളവരെ, സയ്യിദുൽ ഷുഹൂർ എന്ന വിശുദ്ധ മാസം, പുണ്യം പെയ്തിറങ്ങുന്ന നാളുകൾ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചു നിൽക്കുന്ന മനസ്സുകൾ, ബദറിൻ്റെ ഓർമ്മകൾ പരത്തുന്ന ദിനരാത്രികൾ, അതേ ചരിത്രം വിളിച്ചോതുന്ന ബദറിൻ്റെ മഹാത്മ്യം, അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ചരിത്രത്തിൻ്റെ കരിഞ്ഞ മണൽപ്പരപ്പിൽ വിശ്വാസത്തിൻ്റെ ആദ്യ ജ്വാലയായി തെളിഞ്ഞൊരു നാളുണ്ട്. അതാണ് ബദർ. ദാഹം മൗതത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദിരി. പ്രിയ മുഹിബ്ബീങ്ങളെ, ബദർ ദിന ഓർമ്മകൾ യുദ്ധഭൂമിയിൽ കഴിയുന്ന പ്രവാസി സമൂഹത്തെ ഏറെ സ്വാധീനിക്കും. മണൽക്കാറ്റുകൾ ഉയർന്ന ഒരു പ്രഭാതം, വിശ്വാസത്തിൻ്റെ നാളം കാത്തു സൂക്ഷിച്ച ആ ദിനം, അതെ, അതൊരു വാളിൻ്റെ വിജയമല്ല, അത് മനസ്സിൻ്റെ ഉറച്ച നിലപാടിൻ്റെ, സത്യത്തിൻ്റെ, നീതിയുടെ, ആത്മീയ ബോധത്തിൻ്റെ, ദാർശനിക കരുത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു. ഇന്ന് ബദറിൻ്റെ ഓർമ്മകൾ വീണ്ടും നമ്മെ തേടിയെത്തുമ്പോൾ മറ്റൊരു യുദ്ധഭീതിയിലേക്ക് ലോകം ചുറ്റിപ്പറ്റുന്നു. ഒരു വാർത്ത മതി, ഒരു അഭ്യൂഹം മതി ജീവിതം തലകീഴാകാൻ. യുദ്ധം തുടർന്നാൽ അതൊരു നഗരത്തിൽ മാത്രമല്ല തകരുന്നത് ലക്ഷക്കണക്കിന് പ്രവാസികളുടെ വീട്ടിലേക്കുള്ള വഴികളാണ്. വെല്ലുന്നത് കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ് തകരുന്നത്. ബദർ നമ്മെ പഠിപ്പിച്ചത് ധൈര്യം തന്നെയാണ്. പ്രവാസിയുടെ ഹൃദയം ഇന്ന് രണ്ട് ലോകങ്ങൾക്കിടയിൽ പിളർന്നിരിക്കുന്നു. അവൻ ജീവിക്കുന്ന ദേശത്തിൻ്റെ ഭാവിയും അവൻ സ്നേഹിക്കുന്ന നാടിൻ്റെ സുരക്ഷയും. പുണ്യബദർ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതോ ജനസംഖ്യയും ആയുധവുമല്ല, അവസാനം നിലനിൽക്കുന്നത് സത്യവും സഹനവും തന്നെയാണ്. അതുകൊണ്ടോ ഈ ബദർ ദിനത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ ശാന്തിക്കായി ആയിരിക്കട്ടെ, നമ്മുടെ ശബ്ദം മനുഷ്യരക്ഷക്കായിരിക്കട്ടെ, നമ്മുടെ ഓർമ്മകൾ ധൈര്യത്തിനായിരിക്കട്ടെ. പ്രാർത്ഥന യുദ്ധത്തിനല്ല, കാരണം യുദ്ധം തീയാണ്. അത് ആദ്യം ശത്രുവിനെ ചുട്ടാലും അവസാനം മനുഷ്യരാശിയെ തന്നെ ചുട്ടു തീർക്കും. ബദറിൻ്റെ ആത്മാവിനെ ഓർക്കുക. വിശ്വാസത്തോടെ, ബോധത്തോടെ, ശാന്തിയോടെ വഴിയിൽ നമുക്ക് മുന്നേറാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സൂരിയും മറ്റുള്ള ദീനമടങ്ങലും ബദിരീങ്ങൾ